കണ്ടുമുട്ടി യൂട്യൂബിന്റെ ചരിത്രത്തിൽ ആദ്യമായി തേങ്ങ ഇട്ട ബിരിയാണി പഠിക്കുന്ന വലിയ സ്ഥലത്താണ്. അപ്പൊ ഉറപ്പിക്കാവോ? കീരിക്കാട് ഉറപ്പിക്കാവോ? കീരിക്കാട് വിവരമില്ലാത്ത 90s കിഡ്സ് നമ്മളോട് ചോദിക്കാൻ സാധിക്കും ഇത് എന്താണോന്ന്. അച്ഛന്റെ ഷർട്ടാണോ? അല്ല. ഞാൻ കേറൂല, ഞാൻ വെറുതെ ഒരു കയറി പോയത് എന്റെ അമ്മയെ ക്യൂട്ടിപ്പൈ അല്ലേ? സമയം പറ. ഗുഡ് മോർണിംഗ്. ബിരിയാണി വെക്കാൻ സാധനങ്ങൾ. ഓക്കെ, ടാറ്റാ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഇത്. ഞങ്ങള് ചിക്കൻ ഫ്രൈക്ക് ഉണ്ട്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അങ്ങനെ മൂസിന്റെ കല്യാണ വീഡിയോക്ക് ശേഷം ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ നാസ്നാജിന്റെ വീട്ടിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോവാണ്. ആറ് താമസിച്ചിട്ടുണ്ട്. ആദ്യത്തെ വീട്ടിൽ നിൽക്കാൻ പോകലാണ്. അപ്പം നാളെ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മള് മൂസിന്റെ വീട്ടിലെ അംഗം കഴിഞ്ഞ് അടുത്ത അംഗം ഇവിടെ. താങ്ക് യു. വലിയ ഉള്ളി, തക്കാളി, അടുക്കളയിൽ പോയി ഞങ്ങൾക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നഗറ്റ്സ് ഉണ്ടാക്കാൻ പോയി. നമ്മള് ഗസ്റ്റ് ആണ്. പക്ഷെ നാളെ അക്ക ബിരിയാണി ഉണ്ടാക്കും. നാളെ ബിരിയാണിയാണ്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എങ്ങാനും കൊളായാലും ഒരു കണ്ണു വെച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനല്ല, നാളെയാണ് ജെന്യൂൻ ആയിട്ടുള്ള നാളെ എന്റെ വീട്ടിൽ ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാൽക്കണി. നാസ്റ്റാജി അടുക്കളയിലാണ്. കഴിഞ്ഞു 40 പേഷ്യൻസ് വന്നോടി. 100 അല്ലേ? 99 100 എന്ത് വന്നത്? കാളികാവിലെ എന്റെ ഡോക്ടർ അമാലീസ് ഹോമിയോപ്പതി ട്ടോ നമ്മുടെ ക്ലിനിക്കിന്റെ. ഇനി ശരിക്കുള്ള പറ. ഈ വ്ളോഗ് വരുമ്പോ കുറച്ചു കാലം കഴിയുമല്ലോ, സ്വാഭാവികമായിട്ടും. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് കാണാന് ഈ വ്ളോഗ് ഉണ്ട്. ആഗ്രഹിച്ചുള്ളത് അത്ര സൗന്ദര്യം ഇവളല്ല. ഉണ്ണിച്ചേട്ടനോട് എന്താ പറയാനുള്ളത്? ഉണ്ണിമുഖന്നോട് ഉണ്ണിച്ചേട്ടനോട് ഇങ്ങനത്തെ കഷ്ടപ്പെടുന്ന കല്യാണം കഴിച്ചില്ല പറഞ്ഞിട്ട് ഇതെടുത്ത് വെറുതെ പ്രിപ്പറേഷനിലാണ് നമ്മള്. ഒരാളുണ്ടാക്കുന്നത് കട്ടൻ ചായ, ഐക്കോണിക് കട്ടൻ ചായ. മറ്റാളുണ്ടാക്കുന്നത് പാൽ ചായ. കട്ടൻ ചായ കണ്ടുപിടിച്ചതേ ഇവളാണെന്നാണ്. ഇന്ന് ഞങ്ങൾക്ക് പണിയില്ല, കാരണം നാളെ ഞാൻ മെയിൻ ഷെഫ്, ഇവരൊക്കെ എന്റെ അസിസ്റ്റന്റ്. ഞാൻ പാത്രം കേൾക്കൂല. നാളെ സൺഡേ ഞങ്ങളെ മനു ആണ് ബ്രെഡ് ഓംലെറ്റ്, ചിക്കൻ ബിരിയാണി. ജെനുവനായിട്ട് നാളെ പറയണം. നാളെ ജെനുവനായിട്ട് പറയണം. അതായത് ഇപ്പൊ ഇവിടെ നാസ്നാജ് വാങ്ങിയത് പാതി ബിരിയാണിക്കും പാതി കറി ഉണ്ടാക്കാനാണ്. അപ്പൊ ഞങ്ങൾ നാസ്നാജിനോട് 2 കഷ്ണം എടുത്ത് വെച്ചാളാ. നാളെ കേടായി കഴിഞ്ഞാൽ നമുക്ക് കറി വെച്ചെങ്കിലും കഴിക്കാലോ. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? സൗന്ദര്യത്തിന്റെ രഹസ്യം ബ്ലഷ്. അത് ഈ മുടിയുടെ രഹസ്യം എന്താ? കുളിക്കാത്തതാണ് മുടിയുടെ രഹസ്യം. ഓക്കെ. ഇവിടുന്ന് മാനേജർ പോവും. മാനേജർ പോയി ലൈറ്റ് കാണും. എന്നിട്ട് നമ്മൾ ബീച്ചിൽ പോകും ഗൈസ്.
ആഫ്റ്റർ 12 o'clock നമ്മൾ ബീച്ചിലാണ്. ഇവരൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അച്ഛൻ്റെ അഭിപ്രായമാണോ? അച്ഛൻ്റെ അഭിപ്രായമല്ല ഗൈസ്, ദിസ് ഇസ് സ്പൂക്കി വൈബ്സ്, ദിസ് ഇസ് 2K കിഡ് വൈബ്സ്. Yeah, my darling. Yeah, my darling, darling, darling. Guys, hello guys. Medical officer. എവിടെയാണ് പ്രശ്നമുള്ളത്? ഏത് ചെവിക്കാല അല്ല ഏത് കണ്ണിനാ? ഈ കണ്ണിന്റെ ഇവിടെ കുറച്ച് ഫില്ലാവാനുണ്ട്. ഓക്കെ. മൊഞ്ചത്തി എന്താ കുടുംബിനി കടുപ്പമായി പോയത്. നമ്മളങ്ങനെ എക്സ്പ്ലോർ എന്താ പറയാ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് ഇൻഡോ ആഡോ ഇൻഡോ ആഡോ അങ്ങനല്ല അത് പറഞ്ഞാൽ തെരുവുകളിലൂടെ ഞങ്ങൾ തെണ്ടി തെണ്ടി നടക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾഡ് കനകക്കുന്ന് മെമ്മറീസ്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ഓർമ്മമായ കാര്യം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം 2000 ഏത് വർഷം? 22 ഗൈസ്. നമ്മൾ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കൺഫ്യൂഷനിലാണ്. ഫുഡ് കഴിക്കണോ അതോ പള്ളി പോണോ? പാട് 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 ഏതാ പാടാ? ബാർഗെയിൻ ക്യൂൻ. Come on guys, my bookies. CSI ചർച്ചിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഇത് കണ്ടപ്പോ നമുക്ക് വേറെ കാര്യം ഓർമ്മയായി, വെട്ടുകാട് പള്ളി ഓർമ്മയായി അല്ലേ? ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇനി ഫുഡ് ടൈം. മൈൻഡ് ചെയ്യുന്നില്ല. ടൈം പറ. 4000 വ്യൂസിന്റെ കഥ പറ. ടൈം പറ. 11:39. നമ്മള് റൈഡിൽ കയറാൻ വന്നതാണ്. Few moments later. അറ്റാക്ക് വരും ഗൈസ്, എനിക്ക് ഹൈറ്റ് പേടിയാണ്. അപ്പൊ പോവാല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് ബീച്ചൊക്കെ കാണാം ഗൈസ്. അമ്രൂസ് ഡെഡായി. 12:30 ആയി ഗൈസ്. ഇവിടെ പ്രേതം സ്പോട്ടഡ്. പ്രേതത്തിനെ പോലില്ലേ പ്രേതം. ഞാനും ഇതാ സൈക്കോ. ഫോർ മൈ ബിരിയാണി അല്ലേ? ഒന്നരയായി. ഞങ്ങളിവിടെ കാലിക്കറ്റ് ബീച്ചിലാണ്. കാലിക്കറ്റ് ബീച്ചിൽ ഭയങ്കര വൈബാണ് ഗൈസ്. ഞങ്ങള് കുറച്ച് ദാഹിച്ചപ്പോ എന്താ പറയാ ലൈം സോഡ കുടിക്കാൻ വന്നാണ്. 2 ഗൈസ് അവിടെ ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. സ്പെഷ്യൽ പാർട്ട് ഓഫ് ദി ഡേ ഞങ്ങൾ ഇന്നത്തെ നൈറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി നമ്മള് നാളെ അക്കേന്റെ വക ബിരിയാണി. ഞങ്ങൾക്ക് ഫോർ മീ ഭയങ്കര സ്പെഷ്യലായിരുന്നു.
നാട്ടിൽ ഇങ്ങനെ പോയിട്ടേ ഇല്ല. അപ്പൊ ഭയങ്കര ഒരു ദുബായ് താങ്ക് യു ഗൈസ്. ദുബായിലെ മുക്കുമൂലയും ദുബായ് സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബിലോ മറിച്ച് ആൻസർ ചെയ്യും. കമന്റ് ബിലോ. Party we had with the cruise. സമയം 3:49. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് വളരെ നല്ലൊരു ഡേ. Romeo was roaming the garden. Saturday was spent in a parking lot. പണ്ടത്തെ മെമ്മറീസ് അപ്പൊ എല്ലാരും ചേർന്നോ? അത് ഒരുക്കിക്കാർക്ക് എടുക്കാൻ പറ്റില്ല.